വാ തുറന്ന സംഗീതം ഇനി നീയൻ സല്ലാപം നീയൻ ശ്രീരാഗം അലനൊറിയും അനുരാഗം നിൻമിഴികളിലോറും സ്നേഹം എൻ കനവിൽ നിറയും മോഹം നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനി നിർമ്മലരാകും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും VNTV ന്യൂസ് ചാനലിന്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ചിന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മോടൊപ്പം ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. അനഘ, സ്ഥലം മുള്ളുവിള, പേര് നിമിഷ, സ്ഥലം കൗടിയം, പേര് നിരഞ്ജന, സ്ഥലം പേര് പേര് ദിയ, അമ്പലം. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇഞ്ചോടിഞ്ച് പ്രോഗ്രാംസിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ നിങ്ങളോട് പറയാം. ആകെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിൽ 20 മിനിറ്റിനകം വെച്ച് ആൻസർ പറയണം. ഏറ്റവും കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവർക്കാണ് സമ്മാനം ലഭിക്കുന്നത്. തട്ടുകടക്കാരൻ എന്തിനാണ് ദോശ എപ്പോഴും മറിച്ചിടുന്നത്? തട്ടുകടക്കാരൻ എന്തിനാണ് ദോശ എപ്പോഴും മറിച്ചിടുന്നത്? ഔട്ടായി. ആൻസർ ദോശയ്ക്ക് തനിയെ മറിയാൻ കഴിയില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്നു പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തുകൊണ്ട്? പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തുകൊണ്ട്? നോ. പുസ്തകത്തിലൊന്നും കാണത്തില്ല. ടൈം ഔട്ടായേ. ടീച്ചർ പറഞ്ഞിരുന്നു ചോദ്യം പുറത്തു നിന്നാണ് വരുന്നതെന്ന്. അതാണ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റിനെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാവരും പറയാൻ പറ്റും. ചോദിക്കണേ. തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതല്ല? തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതല്ല? പേരെന്താ? ആരാ ആദ്യം പറഞ്ഞു? അനഘ. അനഘയാണ് അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അനഘയ്ക്ക് 1 മാർക്ക് കിട്ടി. ഇതിൽ ആരെങ്കിലും പാട്ട് പാടോ? ഒരു പാട്ടാവും. അപ്പോൾ അനഘ കുട്ടിയുടെ നല്ലൊരു പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം. നീയൻ സംഗീതം ഇനി നീയൻ സല്ലാപം നീയൻ ശ്രീരാഗം അലനൊറിയും അനുരാഗം നിൻമിഴികളിലോറും സ്നേഹം എൻ കനവിൽ നിറയും മോഹം നിൻ കൈകളിൽ ചേരും നേരം ഞാൻ പനി നിർമ്മലരാകും. മെഹബൂബാ मैं तेरी महबूबा महबूबा मैं तेरी महबूबा താരുണ്യമേഘങ്ങൾ പഴകുന്നുവോ കനവായി പൊഴിയുന്നുവോ നീ എൻ ശിലയാവേണം പ്രേമം നിലമാവേണം. അപ്പോൾ അനഘ കുട്ടിക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കൂ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. സ്ഥാനം മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനം, നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള സാധനം. അല്ല. അപ്പോൾ ടൈം പാസ്സായി. ഇത് ആൻസർ എന്നറിയാൻ ആഗ്രഹമുണ്ടോ? മുടി. അയ്യോ, എന്റെ മനസ്സിലായിരുന്നു. തെറ്റാണെങ്കിലും പറയണം. മുടി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ അത് രോമാവും. മനസ്സിലായോ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിൽ വരുന്ന ആൻസർ അപ്പോഴേ പറഞ്ഞേക്കണം. ഗിഫ്റ്റ് ഉള്ളതാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണേ.
തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി. എപ്പോഴാണ് തലയിൽ കാൽ വെച്ച് തലയിലല്ലേ കുസൃതി ചോദ്യ. ആൻസർ പറഞ്ഞു. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അനഘ കുട്ടി 2 ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. അപ്പോൾ നിമിഷ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അനഘയും ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള സാധനം. ഇത് കൂടുതൽ ക്ലൂ തരാൻ പറ്റത്തില്ല. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. ടൈം ഔട്ടായി. ആൻസർ പറയട്ടെ. വെള്ളത്തിൽ വീണാൽ നനയത്തില്ലേ? അപ്പൊ ആൻസർ പറയട്ടെ. നിഴൽ. നിഴൽ നനയത്തില്ലല്ലോ. ഇതിൽ വേറെ ആരെങ്കിലും നല്ലൊരു പാട്ട് പാടുന്നവരുണ്ടോ? ദിയയുടെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. കുഴവിയ കണ്ടീരാ നിൻചിരമണി ചിലമൊലി കേട്ടീരാ നീ പണ്ടേ എന്നോടും മിണ്ടീല കാവിൽ വന്നീരാ പൂലം കണ്ടീരാ മായക്കൈ കൊട്ടും മേളവും കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല കൽമിഴി കുരുവിയ കണ്ടീല നിൻചിരമണി ചിലമ്പൊലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. ദിയ കുട്ടിക്ക് വേണ്ടി നല്ലൊരു കൈയടി. ഇതൊക്കെ ഫ്രണ്ട്സിന് എന്തൊരു ഉഷാറില്ലാത്ത കൈയടിച്ച്. വേർബെല്ലിന്റെ ഒരു പരിപാടി ക്ഷീണിച്ചു വന്നിരിക്കണല്ലേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത് എല്ലാവരും ഒക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ റൂം ഏതാണ്? പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ആൻസർ ഉണ്ട്, അതേ പറയാമോ? ഇത് കഴിക്കാനുള്ള സാധനം. കഴിക്കാനുള്ള സാധനമാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഡാ. പറഞ്ഞോ. അപ്പോൾ അനഘക്കുട്ടി 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അഴകിയാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാമോ? ഇനി എത്ര ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടെന്ന് അറിയാമോ? 3 ക്വസ്റ്റ്യൻ. ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും? സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും? അറിയാം. എന്തെങ്കിലും രക്ഷയുണ്ടോ? ഒരു ക്ലൂ തരാം. കഴിക്കാനുള്ള സാധനമായത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. മധുരമുള്ള ചോക്ലേറ്റ് ഇനത്തിൽ പെടും. മഞ്ച. അപ്പോൾ നിരഞ്ജന ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതുമായത് എന്ത്? ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചു കഴിയുമ്പോൾ ജനിക്കുന്നതുമായ സാധനം. ഇത് നമ്മുടെ പറഞ്ഞാൽ ആൻസർ പറയും. നമ്മുടെ മനുഷ്യരീതിയിലുള്ളതാണ്. ആർക്കാണെങ്കിലും ആദ്യം പറയുന്ന ആൾക്ക് സമ്മാനം കിട്ടും. നമ്മുടെ വെരി ഗുഡ്. അപ്പോൾ നിമിഷയ്ക്ക് നല്ലൊരു കയ്യടി. അടുത്ത ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉറുമ്പിന്റെ അച്ഛന്റെ പേരെന്ത്?
അപ്പോൾ നിമിഷക്കുട്ടി 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ വിജയിച്ചിരിക്കുന്നത് നിമിഷയാണ്. നിമിഷയ്ക്ക് നല്ലൊരു കൈയടി, നല്ലപോലെ കൈയടിക്കൂ. അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ നിമിഷയ്ക്ക് വേണ്ടി, ഇന്നത്തെ വിജയ് നിമിഷയ്ക്ക് വേണ്ടി അവരുടെ ഫ്രണ്ട്സ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ് ഉണ്ട്, നമുക്കത് കേൾക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് പാടും. പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേക്കണം എൻ കൺമുറങ്ക മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും നേസിപ്പതും ശ്വാസിപ്പതും ദയവാനേ ഏകഗിരേ ഏകഗിരേ അടിമഴை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போதைக்குள் இது தூக்கம் குழு குழு பொய்கள் சொல்லி என்னை மெல்வாய் அது தெரிந்த கூட அன்பு மனமதியே தான் எது பார்க்கும். അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും KSUവിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ അനന്തകൃഷ്ണൻ നിമിഷയ്ക്ക് സമ്മാനം നൽകുന്നതാണ്.